ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവരെന്തായാലും തീർച്ചയായിട്ടും ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് എനിക്കങ്ങനെ നല്ല വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമല്ല, നമുക്ക് ഫോളോവേഴ്സ് കുറവുള്ളവരാണെങ്കിലും ഒക്കെ ഞാനും അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ സപ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടാറുമുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ. എല്ലാവർക്കും സസ്നേഹം സ്വാഗതം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്. സോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമൻ്റെ മോൻ്റെ കല്യാണത്തിന് പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗിന് നമ്മൾ പോകുന്നത് വെച്ചാൽ നമ്മുടെ മോൾക്ക് ഒരു ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ. സാധാരണ ഞാൻ മോൾക്ക് മോഡേൺ ഡ്രസ്സാണ് എടുക്കാറ്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം മോൾ ഫ്രോക്ക് ഇടണം എന്നുള്ളത്. അങ്ങനെ ആദ്യം നമ്മൾ പോയത് രാമചന്ദ്രയിലായിരുന്നു. പിന്നെ അമ്മയ്ക്കും കൂടെ വരേണ്ടത് കൊണ്ടാണ് നമ്മൾ നെയ്യാറ്റിൻകരയിൽ തന്നെ സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ടാണ് എടുക്കാറ് കേട്ടോ. ആദ്യം മാക്സ്, സ്റ്റുഡിയോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ട്രെൻഡ്സൊക്കെ അവിടെ നിന്നൊക്കെയാണ് ഞാൻ മോൾക്ക് എടുക്കാറ്. പിന്നെ ഫ്രോക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, കാരണം മോൾക്ക് ബർത്ത്ഡേക്കും കൂടി ചെയ്യണമായിരുന്നു. അങ്ങനെ 2 ഫ്രോക്കായിരുന്നു എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നമ്മളവിടെ നോക്കി, പക്ഷെ ഒന്നും അത്ര മനസ്സിൽ പിടിച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ഇട്ട് നോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഭംഗിയുണ്ട്, പിന്നെ എങ്കിലും നമുക്കൊരു മനസ്സിലൊന്നും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് വീരാസിലാണ്. നമ്മൾ നെയ്യാറ്റിൻകര തന്നെയുള്ളൊരു വീരാസാണ് കേട്ടോ. മോൾക്ക് ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി, പക്ഷെ അമ്മയ്ക്കത് ഒന്ന് മനസ്സിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ കളക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഫ്രോക്ക് വേണമെന്നുള്ള ഒരു നിർബന്ധം എന്നല്ല, ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ കുറേ ഫ്രോക്ക് മാത്രം നോക്കിയത്, വേറെ മോഡൽ ഡ്രസ്സൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് വീരാസിലായിരുന്നു. അവിടെ പോയപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല എമൗണ്ട് കുറവാണെങ്കിലും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയതൊക്കെ 1000 സംതിങ്ങിനൊക്കെയുള്ള ഫ്രോക്കുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, രാമചന്ദ്രയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അത് ഓരോ ഏജ് കൂടുമ്പോൾ ഒരു എമൗണ്ട്സ് കൂടുന്നതാണ്. പിന്നെ അവിടെ നമ്മളൊന്നും എടുക്കാതെ നേരെ വിരാസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് അവർ നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് അതിൽ 2 ഇഷ്ടപ്പെട്ടു. അമ്മേൻ്റെ ഇഷ്ടത്തിന് 2 ഫ്രോക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മോൾക്ക് ഇനി അടുത്ത നെക്സ്റ്റ് വരാൻ പോകുന്നത് 13 ഈ മാസം 13 മോളുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതിനും കൂടി എടുക്കാനായിട്ടായിരുന്നു നമ്മൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറേ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിതമായ റേറ്റിൽ നമുക്കൊക്കെ എടുക്കാൻ പറ്റുന്ന റേറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശിലമോൾ എപ്പോഴും എവിടെ പോയാലും അവളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാവാറില്ല. അവളുടേതായ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ടൈൽസ് ആയതുകൊണ്ട് അവൾ വീഴോ എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഒന്നാണ് ഇതാ ഇപ്പം നമ്മൾ ഇട്ട് നോക്കുന്നത്. ഇത് നമ്മൾ മാമൻ്റെ മോൻ്റെ മാരേജിന് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, ബർത്ത്ഡേൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കല്യാണത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മോള് കുറച്ച് വെയിറ്റ് ഒക്കെ കുറവാണ്, 2ാമത്തെ ബർത്ത്ഡേ ആയി, പക്ഷേ എങ്കിലും വെയിറ്റ് കുറവായതുകൊണ്ട് എല്ലാ ഡ്രസ്സും അവർക്ക് ലൂസായിട്ട് തോന്നും. പിന്നെ മന്ത്സിൻ്റെ ഒക്കെ എടുത്താന്ന് വെച്ചാൽ ടൈറ്റുമാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കായിരുന്നു പോയത്. വീട്ടിലേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് ചേച്ചിൻ്റെ അടുത്ത് പോയി ഡ്രസ്സ് കാണിക്കാമെന്ന് വിചാരിച്ചത്.